സൂര്യൻ ചേട്ടൻ രാവിലെ ഉറക്കമൊക്കെ ഉണർന്ന് പതുക്കെ പൊങ്ങി വരുന്നുണ്ട്. സമയം രാവിലെ 7:30 മണിയാണ്. അപ്പോൾ തന്നെ ചൂട് സഹിക്കാൻ വയ്യ. നമുക്ക് സൂര്യൻ ചേട്ടനോടൊന്ന് പറഞ്ഞു നോക്കാം, ഇച്ചിരി ചൂട് കുറയ്ക്കാവുന്നു. ആര് കേൾക്കാൻ, പുള്ളിക്കാരൻ കട്ടക്കലിപ്പിൽ തന്നെ. അപ്പോൾ കരുതി പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി നമ്മുടെ പണിയൊക്കെ ഒന്ന് ചെയ്തേക്കാമെന്ന്. സമയം ഇച്ചിരി കൂടി കഴിഞ്ഞാൽ അത് പിന്നെ നടക്കത്തേയില്ല. ഹായ്, ഞാൻ സിജി നിജാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചൂടത്ത് ചെയ്യാൻ പോണ ഒരു കുഞ്ഞു പണിയുണ്ട്. ചൂട് കാരണം മാറ്റിവെച്ച ഒരു പണി. നമ്മുടെ ഒരു മാവിൻ്റെ ചുവട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. വിയർത്ത് കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? ഇതാണ് നമ്മുടെ ആ മാവിൻ്റെ ചുവട്. ഇവിടെ നിറയെ എപ്പീഷ്യ നട്ടിരിക്കുകയാണ്. നല്ല ഭംഗി നിറഞ്ഞ് പൂത്ത് നിന്നിരുന്ന എപ്പീഷ്യ. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ അതെല്ലാം ഉണങ്ങി, 3/4 ഭാഗത്തിൽ കൂടുതൽ ഉണങ്ങി എല്ലാം കരിഞ്ഞിട്ടുണ്ട്. കുറച്ച് പച്ചയും പിങ്ക് നിറത്തിലൊക്കെയുള്ള ആ ഒരു എപ്പീഷ്യയൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതാ ഉണങ്ങി കരിഞ്ഞ് കിടപ്പുണ്ട്. നിറയെ നല്ല പഞ്ചാര പോലെ മധുരിക്കുന്ന മാങ്ങ തന്നുകൊണ്ടിരുന്ന മാവായിരുന്നു കേട്ടോ. പിന്നെ അയൽക്കാരുടെ വീട്ടിലെ ഓടയ്ക്ക് മാങ്ങ വീണ് പൊട്ടുന്നത് കാരണം ഇതിൻ്റെ കൊമ്പുകളൊക്കെ മുറിച്ചെങ്കിലും ആ ഉള്ള കൊമ്പിൽ കുറച്ച് മാങ്ങ തരാൻ ഇത് മറക്കാറില്ല. പിന്നെ ഇതിൻ്റെ ചുവട്ടിലായിട്ടുള്ളത് ഈ ചെടിയാണ്. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഈ സ്ഥലത്തൊക്കെ നമുക്കൊന്ന് കിളച്ച് വൃത്തിയാക്കി നമുക്ക് ഈ ചെടിയൊന്ന് നട്ടുകൊടുക്കാം. ഇതാണ് നമ്മുടെ സ്പൈറൽ ജിഞ്ചർ. ഇതിനെയാണ് നമ്മളിവിടെ നടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് കിളച്ച് മിനുക്കിയൊക്കെ എടുത്തതിന് ശേഷം ഈ ചെടി അവിടെ ഒന്ന് നട്ടുകൊടുക്കാം. ഒരു ചെടി നട്ടിരുന്ന സ്ഥലത്ത് നമ്മൾ പുതുതായി ചെടി നടുമ്പോൾ ആ ഒരു നിലത്തെ നമ്മളൊന്ന് ഒരുക്കണം. അതിനായിട്ട് നമുക്ക് ഇവിടെ നിന്നിരുന്ന ഉണങ്ങി നിൽക്കുന്ന ഈ എപ്പീഷ്യയൊക്കെ ഒന്ന് പറിച്ചു മാറ്റാം. നേരത്തെ നല്ല ഭംഗിയിൽ നിറഞ്ഞ് പൂക്കളൊക്കെ ആയിട്ട് നിന്ന എപ്പീഷ്യയായിരുന്നു. പിങ്ക് കളറിലുള്ളതും റെഡ് കളറിലുള്ളതും ഒക്കെ പല നിറത്തിലുള്ള എപ്പീഷ്യകൾ നമ്മൾ മിക്സ് ചെയ്ത് നട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉണക്ക് അത്ര ഭയങ്കരമാണ്. അത് കാരണം അതെല്ലാം ഉണങ്ങിപ്പോയി. ഇനി നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് കിളച്ച് മറിച്ചെടുക്കാം. മണ്ണ് നല്ല ഇളക്കമുള്ളതായാലേ പുതുതായി നടുന്ന ചെടിയിൽ പെട്ടെന്ന് വേരിളക്കം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് കിളച്ച് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം അവിടോട്ട് നമുക്ക് കുറച്ച് ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ഇടാം. വേണമെങ്കിൽ നമുക്ക് ഉണങ്ങിപ്പൊടിച്ച ഇലയോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള നന്നായിട്ട് ഉണങ്ങിയ കുറച്ച് ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് എല്ലുപൊടി, അതേപോലെ നമ്മുടെ ചകിരിച്ചോറ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ ചെടിക്ക് നല്ല തണുപ്പും കിട്ടും. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ നല്ല ഈ ചകിരിച്ചോറ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഉണക്ക ചാണകം മാത്രം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഇനി മണ്ണും ചാണകപ്പൊടിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്പൈറൽ ജിഞ്ചർ നടാൻ പരുവത്തിലുള്ള കുഴിയെടുത്തതിന് ശേഷം ആ കവറിൽ നിന്നും അത് ഇളക്കിയെടുത്ത് നമുക്ക് ചുറ്റോട് ചുറ്റും ഒന്ന് നട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്പൈറൽ ജിഞ്ചറിനെയും നമുക്ക് ഇതിൻ്റെ ചുറ്റിനും നട്ടുകൊടുക്കാം. സ്പൈറൽ ജിഞ്ചർ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ വളരുന്ന ഒരു ചെടിയാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും. നല്ലൊരു വെരിഗേഷൻ, നല്ലൊരു വൈറ്റും ഗ്രീനും കളറും മിക്സ് ആയിട്ട് വരുന്നത് അത്യാവശ്യം ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ മാത്രമേ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ ചുറ്റിനും നട്ട് കഴിഞ്ഞു. എന്നാലും അതിൻ്റെ ആ കുറച്ച് ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ സ്ഥലമൊക്കെ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് വന്നാലേ ഈ നട്ടിരിക്കുന്നത് കാണാനൊരു ഭംഗിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചെടിയെ കൊണ്ടുവരാം. ഇത് നമ്മുടെ വാട്ടർമെലൺ ബിഗോണിയാണ്. ഇത് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു ഭംഗിയില്ലാതെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊന്ന് ക്രോപ്പ് അടിച്ച് നല്ല ഭംഗി ലെവൽ ചെയ്തിടാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ പീസൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു ഗ്രൗണ്ട് കവർ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ആ ഒരു ലെവൽ, ആ ഗ്രൗണ്ട് ലെവലെല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്ത് വരും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ചെടിയെ കട്ട് ചെയ്ത് എടുക്കാം. ഈ വാട്ടർമെലൺ ബിഗോണിയ അഥവാ സ്മോക്കി വാട്ടർമെലൺ ബിഗോണിയ എന്നൊക്കെ വിളിക്കുന്ന ഈ ചെടി പെട്ടെന്ന് ഒരു ഗ്രൗണ്ടൊക്കെ കവർ ചെയ്ത് വളരാൻ പറ്റുന്ന ഒരു ചെടിയാണ്. വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ചെടിയുമാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മുടെ കയ്യിൽ ഇത്രയൊന്നും കട്ടിങ്സ് അല്ലെങ്കിൽ ആ ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ കട്ടിങ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള 1-2 കട്ടിങ്സ് ആയാലും അത് വെറുതെ ഈ തറയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലും അതവിടെ കിടന്ന് വളർന്നോളും. ഇനി നമ്മൾ പെട്ടെന്ന് നിറയാൻ വേണ്ടിയിട്ട് 1-ൽ കൂടുതൽ കട്ടിങ്സുകൾ 5-6 കട്ടിങ്സുകളൊക്കെ ഒരുമിച്ച് നട്ട് കൊടുത്താൽ വളരെ ഫാസ്റ്റായിട്ട് വളർന്ന് കിട്ടും. ഇനി നടുക തന്നെ വേണ്ടാന്ന് പറയുന്നത്, വെറുതെ അവിടെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വേര് പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ തുമ്പറ്റം നമുക്ക് മുറിച്ച് വീണ്ടും നട്ട് കൊടുത്താൽ 1-2 കട്ടിങ്സ് ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഏരിയ നിറച്ച് കൊണ്ടുവരാൻ സാധിക്കും.
അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കട്ടിങ്സ് പറ്റുന്ന വിധത്തിൽ പറ്റുന്ന സ്ഥലം അത്രത്തോളം നമ്മൾ ഫില്ല് ചെയ്ത് നമുക്ക് വരാം. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്രത്തോളം എത്രയോളം കട്ടിങ്സ് ഉണ്ടോ അത്രയും കട്ടിങ്സ് അതിൻ്റെ ചുറ്റിനും വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലവും നിറഞ്ഞില്ല എന്ന് കരുതി നമ്മൾ ടെൻഷനൊന്നും ആകണ്ട. ഇത് അത്യാവശ്യം പൊടിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ വേരൊക്കെ പിടിച്ച് വരുമ്പോൾ അതിൻ്റെ എഡ്ജ് ഭാഗം കട്ട് ചെയ്ത് വീണ്ടും വീണ്ടും അവിടെ തന്നെ വെച്ച് കൊടുത്താലും മതി, അത് വളർന്നു. അപ്പോൾ ഇതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ കാണാൻ കേട്ടോ. അപ്പോൾ തീരെ ചൂടില്ലാത്തത് കൊണ്ടും ഒട്ടും തന്നെ വിയർക്കാത്തത് കൊണ്ടും ദാ അന്തരീക്ഷം നിറയെ മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒന്നും ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ടാറ്റാ.